ഫ്രീ ആയിക്കൊണ്ട് ഫുൾ ഫ്രീ ആയിട്ട് പുരുഷനെ പോലെ തുല്യമായിട്ട് സ്ത്രീയോട് പരിഗണിക്കാൻ സമായിട്ട് ഈക്വലായിട്ട് ഒരു മാറ്റമില്ലാതെ മാറ്റം നമ്മള് സ്പോർട്സിലൊക്കെ ഒരുപക്ഷെ വിധവയായി ഭർത്താവ് മരിച്ചുപോയി ഓട്ടമൊക്കെ ഒരുമിച്ചാക്കാം. ഓട്ട മത്സരം നമ്മളെ ഈ സ്പോർട്സ് അത് കമ്പയർ വിഷയം മനസ്സിലായില്ല. പറഞ്ഞ വിഷയം മനസ്സിലായില്ല. എനിക്ക് ചിലതൊക്കെ മനസ്സിലായത് നിങ്ങൾക്കും നിനക്ക് കുറച്ച് മനസ്സിലായത് എനിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ ചില കാര്യങ്ങളും തിരികല്ലോ. സന്തോഷത്തോടെ ഒന്നുമല്ല ഈക്വൽ അങ്ങ് ആവണ്ടേ, മൊത്തം ആവണ്ടേ. അപ്പൊ ഞാൻ ചോദിച്ചാൽ ഈ ഓട്ടൊക്കെ ഒരുമിച്ച് പോരാ, ഈ അവകാശങ്ങൾ ഈക്വൽ ആവണമെന്നാണ്. അങ്ങനെ ഒരു പുരുഷന് എന്തൊക്കെ അവകാശമുണ്ടോ അതേപോലെ ശരിയാണ്. ഞാൻ പറഞ്ഞത് ഓട്ടം പെണ്ണും തമ്മിൽ ഓടും, ആണും പെണ്ണും തമ്മിൽ ഓടിയിട്ട് ആരാണ് ജയിക്കാൻ നോക്കി പോയി. അങ്ങനെ മത്സരം ആണും പെണ്ണും ഒരുമിച്ച് ഓടുക. ഈ ജാവലിൻ ത്രോ എന്നൊരു സാധനം അതിന്റെ ദൂരത്തിലൊക്കെ ഈ രണ്ട് കൂട്ടർക്ക് ഒരേ അളവാണ്. പിന്നെന്താ സാധനം സ്കൂളിൽ കയറിയ ഒരു ഉണ്ട ആ ഫുഡ് കുറച്ച് കൂട്ടാണ് തമാശ. അത് ഈ പെണ്ണിനും ആണിനും മത്സരിക്കാൻ ഒരേ ഉണ്ടാണോ? അല്ല, അങ്ങനല്ലേ ഞാൻ ചോദിക്കുന്നത്. ശാസ്ത്രീയമായിട്ട് നിങ്ങൾ ഒരു പെണ്ണും ആണും ഒരു വിഷയത്തിൽ ഒരുപോലെ അല്ലല്ലോ. ഫിസിക്കലി ആണ് ഉസ്താദ് ഉദ്ദേശിക്കുന്നത്, അതിന് അവകാശമാണ് പറഞ്ഞത്. അല്ലല്ല, അപ്പൊ ഞാൻ പറഞ്ഞത് അതിനനുസരിച്ച് ചെലവ് കൂടും, അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ. ഞാൻ പറഞ്ഞത് എല്ലാ വിഷയത്തിലും പെണ്ണും ആണും എന്നുള്ള തലത്തിലേക്ക് നിർബന്ധമായി ഇറങ്ങി വന്നേ പറ്റും. അപ്പൊ പിന്നെ പവറുള്ള ആൾ ആരാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പവർ ആർക്കാ? എന്തായാലും പവർ ശാരീരിക പവറാട്ടോ. മാനസിക പവർ നമുക്ക് പിന്നെ സംസാരിക്കാം. നമുക്ക് സംസാരിച്ചാൽ ചിലപ്പോൾ അങ്ങോട്ടും കൂടി തലമുടി കുറെ ടൈം കൊടുക്കും. ഇതിപ്പോ നിലവിൽ എഴുതി വെച്ചതുകൊണ്ട് ധൈര്യമായിട്ട് പറയാനോ. ശാരീരിക പവർ എന്തായാലും ആർക്കാണ്? മൊത്തത്തിലാ പറഞ്ഞോ. ഏതോ ഒരു പെണ്ണ് അടിപൊളിയാന്ന് വെച്ചിട്ട് ആ പെണ്ണ് മുദ്രാവാക്യം വെച്ചിട്ട് ബാക്കിയുള്ള പെൺകുട്ടികളൊക്കെ കൊടുക്കും. ഏതോ ഒരു പെണ്ണിന് ഒരാണിനേക്കാൾ വലിയ മത്സരം ഭയങ്കര പവറൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഒരുമിച്ച് മത്സരിക്കാൻ തയ്യാറാണ്, തുല്യത വേണമെന്നുണ്ട്. ആ മത്സരം മൊത്തം തുല്യാക്കി കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികൾ ആണുങ്ങളോട് ഓടിക്കൊടുക്കും. അതല്ല ഞാൻ പറഞ്ഞത്. മൊത്തത്തിൽ പവർ ശാരീരികമായിട്ട് ആണിനാണ്. അപ്പൊ പവറുള്ള ആളാണല്ലോ ഏത് വിഷയത്തിലും ഒരു ഇഷ്യൂവിൽ നേതാവ് അവരുടെ കാര്യങ്ങൾ നിയന്ത്രിക്കലും. ശാരീരികം അങ്ങനെയാണെന്ന് ഓക്കെ ആണല്ലോ, നിങ്ങൾ നമ്മൾ സമ്മതിച്ചു കഴിഞ്ഞല്ലോ. അപ്പൊ ഏതൊരു വിഷയം എടുക്കുമ്പോൾ യഥാർത്ഥം മാറ്റി വെക്കുമ്പോൾ ഏറ്റവും പവറുള്ള ആളെല്ലാം വിഷയത്തിന് മുന്നിൽ വെക്കണ്ട്. ഏത് നിയന്ത്രണത്തിന് അവരെല്ലാം വെക്കണ്ട്. മെന്റലി ഓക്കെ അല്ലെങ്കിലും പുള്ളി ഓക്കെ അല്ലെങ്കിലും ഒരു ഭർത്താവ് ഒരു ഭാര്യ. അപ്പൊ ഒരു ഭർത്താവിലേക്ക് പോയി. അതാ ഞാൻ പറഞ്ഞത്. ഒരു ഭർത്താവും ഒരു ഭാര്യയും തമ്മിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ചില പെണ്ണുങ്ങളുടെ അറ്റടിച്ചാണുള്ള കഥയും അല്ലേ. അതിച്ചിട്ട് ഈ പെണ്ണ് ഏതാണിനായിട്ട് മത്സരിക്കാൻ ഏത് പെണ്ണിനും കഴിയുമെന്ന് ഇവിടെ പൊടിയും പിടിച്ചിട്ട് മുദ്രാവാക്യം പിടിച്ചിട്ട് സംഘടന ഉണ്ടാക്കിയാൽ മൊത്തം പെണ്ണുങ്ങൾക്കെതിരാവും. ഇപ്പൊ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഫെമിനിസ്റ്റ് ചിന്തകളിൽ ഉണ്ടാവുന്നത് എന്താണ്? ചാടാനും ഒച്ചുണ്ടാക്കാനും ബോധ്യമായിട്ട് ഇവരൊരു സ്കീമിനുണ്ടാക്കിയിട്ട് സമത്വവാദം കൊണ്ടുവന്നിട്ട് എത്ര പെണ്ണുങ്ങൾ ആവശ്യമില്ല, എത്ര പെണ്ണുങ്ങൾക്ക് പേര് മര്യാദാന്ന് പറയുന്നത്. അവരുടെ ടോട്ടൽ ആണ് ഉഷാറാണെന്ന് പറഞ്ഞത് പെണ്ണ് ഉഷാറല്ലാന്ന് വിചാരിക്കണ്ട. ആണ് കഴിവുള്ള ആളാന്നുള്ളത് എല്ലാവരും സമ്മതിച്ച യാഥാർത്ഥ്യം വെച്ചിട്ട് ഒരു വിഷയത്തിന് നിൽക്കുമ്പോൾ ഏറ്റവും പവറുള്ള ഒരു മുന്നിൽ മുന്നോട്ടേ. അത് ഭൗതികമായ കൺസെപ്റ്റ് അല്ലേ, അല്ലാതെ ഇതിനെന്ത് ഇസ്ലാമും അതാ പറഞ്ഞത്. ഇസ്ലാം എന്നുള്ള വിഷയം മുസ്ലിമീങ്ങൾ ഇങ്ങനെ എന്നുള്ള വിഷയം നിർദ്ദേശിച്ചത് ആണും പെണ്ണും ബസ് അതിൽ മാത്രം ചർച്ച ചെയ്യുക. അതിലിപ്പൊ നിലവിൽ സ്ഥിരപ്പെട്ട ആ അളവെടുത്ത് നോക്കുമ്പോൾ തന്നെ പോലെ തന്നെയാണ് കാര്യം ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഉത്തരവാദിത്വം അവരുടെ കയ്യിലാവും. സ്വാഭാവികമായിട്ട് അങ്ങനെ ആവണം. അല്ല ഇസ്ലാം ആക്കി എന്ന് പറയുന്നത് നിർത്തിയില്ല. അങ്ങനെയല്ലേ ആവണ്ടേ? നിങ്ങളെ അഭിപ്രായത്തിൽ അങ്ങനെ തന്നെയല്ലേ? അവർ അവർക്കാണല്ലോ. അപ്പൊ പിന്നെ ഉത്തരവാദിത്വം അവരുടെ കയ്യിലല്ലേ ചെലവിന് പൈസ വേണ്ടേ? അതാ ഞാൻ ചോദിച്ചത്. പൈസ ഫുള്ള് ഹോസ്പിറ്റലിൽ പോയി ആറ് കൊടുക്കണം, എല്ലാ സ്ഥലത്തും പൈസ വിട്ടാറ് കൊടുക്കണം. ഈ പെണ്ണി ബാഗിൽ പൈസ വെച്ചെന്താ കാട്ടുക? അപ്പൊ അതിന് ആ ഭാഗമാണ് ഇനി പഠിക്കാൻ ഒരുങ്ങേണ്ടത്. പ്രത്യേകിച്ച് യുക്തിവാദികളൊക്കെ ശബ്ദം കേൾക്കണം. ഇസ്ലാം പെണ്ണിന് പൈസ അനുവദിച്ചതിന്റെ തന്ത്രവും അതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതൊന്ന് പറഞ്ഞു കിട്ടിയ പ്രാർത്ഥിക്കും. ഒരു ഹദീസ് ഉണ്ടല്ലോ, എല്ലാ തമ്മിലും വഴിമാകുന്നു, അങ്ങനെ ഒരു ഹദീസോ ആയതുകൊണ്ടല്ലോ നിങ്ങളെ സ്ത്രീകളെ അഭിനന്ദാൻ പാടില്ല എന്നുള്ള
ആ ഹദീസ് എന്താണ്? നമ്മൾ പെണ്ണുങ്ങൾ പള്ളിയൊക്കെ ബന്ധപ്പെട്ടായിരിക്കില്ലേ? അതെ, അതിപ്പോ നേരത്തെ ഉസ്താദ് ഈ പള്ളിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരു അമ്പലത്തിൽ പോകുന്ന ഒരു ചർച്ചകളൊക്കെ നമ്മളൊക്കെ ഇരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ പറയാം. അതൊക്കെ നമുക്ക് മറ്റൊരു കാരണം പറഞ്ഞത് മതത്തിന്റെ ഉള്ളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പള്ളിയിൽ പോകുന്നവരൊക്കെ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ചായ കുടിക്കാതെ കഥ പറയാം. ഇതിപ്പോ നമ്മൾ എല്ലാവരും വിളിച്ചു കഴിഞ്ഞിട്ട് ഇത് പള്ളിയിൽ പോകണം വേണ്ടത് ചർച്ച ചെയ്യുന്നത് ശരിയല്ലാന്ന് തോന്നുന്നു. ഇല്ല ഇല്ല ഇല്ല, അല്ല അതുകൊണ്ടല്ല. ഇതെന്താ പറയുക, ഇത് ചർച്ച ചെയ്തോളൂ, നിങ്ങൾ ചർച്ച ചെയ്തോളൂ. നിങ്ങൾ നല്ല രസകരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും മറ്റൊരു രൂപത്തിൽ പോയിക്കൊള്ളും. ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത് ഞങ്ങൾ രണ്ടാളും കൂടി അതാ പെണ്ണുങ്ങൾ പള്ളിയിൽ പോയാലും കാണുന്ന പ്രശ്നമൊക്കെ പാടം പറഞ്ഞ് ഇപ്പൊ 6 മണിയാവും വിഷയത്തിലേക്ക് കളിക്കും. അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സംവാദങ്ങൾ സാധനം നടക്കുന്നതാണ് നമ്മുടെ വിഷയം. ടോട്ടൽ വിഷയത്തിൽ നമുക്ക് എന്താ കാര്യങ്ങൾ പറയാം. ഞാൻ പ്രയാസാക്കിയത് അങ്ങോട്ടേക്കല്ല, ഉസ്താദ് മനസ്സിലാക്കിയത് വേറെയാണ്. നമ്മൾ ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ ഒരു വ്യക്തി മാത്രം ഫോക്കസ് ചെയ്ത് ചർച്ച കൊണ്ടുപോയാൽ ഒരു പ്രയാസമുണ്ട്.